ഈമാനും തവക്കുലും കൂടിയാലേ സമ്പത്ത് അങ്ങോട്ട് കൊടുക്കാൻ വഴിയുള്ളൂ. കാരണം ഈ സ്വതക്ക ചെയ്യാൻ കീശയെ കേടുമ്പോൾ ഒരുപാട് പിശാചുക്കൾ കൈ പിടിച്ചു വെക്കും. അതുകൊണ്ടാണ് 500 കൊടുക്കാമെന്ന് വിചാരിച്ചെടുത്തുന്നത് അതിൻ്റെ ബേക്കിലേക്ക് പോകും 50. നിങ്ങൾ കീശയെ കേട്ടിട്ട് 2 നോട്ടൊക്കെ എടുത്ത് 500 50 എങ്ങനെ 50 ഇടാനേ വിടൂ ഇബ്ലീസ്. അത് ഭയങ്കര സംഭവമാണ്. പക്ഷെ ഈ 500 കാരണം കഫംപുടയിൽ ഇടണ്ട കീശ ഉണ്ടാ ഇല്ലല്ലേ? കീശ ഉണ്ടാ കഫംപുടക്ക് ഇല്ലല്ല, ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. കഫംപുടക്ക് കീശയില്ല, അലമാറ മറ്റേ കബറിലില്ല, ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ധാരാളം സ്വതക്കുന്നവരാണ്. എല്ലാ ദിവസവും എന്തൊക്കെ സ്വതക്കയാണ്. അതെങ്ങനെ കഴിയുക? സ്വതക്ക ചെയ്ത ദിവസം മരണപ്പെടുമ്പോൾ ആ സ്വതക്കത്ത് തെതുഫൻ മീത്തത്തി സൂന, മോശം മരണം ഉണ്ടാവില്ല. അപ്പൊ എല്ലാ ദിവസവും സ്വതക്ക ചെയ്യുക. എല്ലാ ദിവസവും കുറേ സ്വതക്ക ചെയ്യാന്ന് കഴിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു പെട്ടിയോ ഭണ്ഡാരോ ബോക്സൊക്കെ വെക്കുമല്ലോ, സാന്ത്വനത്തിൻ്റെ, SSFൻ്റെ, അല്ലെങ്കിൽ നമ്മളെ ബദരീങ്ങളാണ്ടിൻ്റെ, നബിദിനത്തിൻ്റെ. നിങ്ങൾക്ക് ഏതാണോ നല്ലത് എന്ന് തോന്നുക അതിൻ്റെ ഒരു ഭണ്ഡാരോ ബോക്സ് സ്ഥാപിച്ചോ. എന്നിട്ട് എല്ലാ ദിവസവും 1 രൂപ, ഒരു 2 രൂപ, എന്തെങ്കിലും ഒരു 10 രൂപ ഇട്ടോളി. അങ്ങനെ എല്ലാ ദിവസവും സ്വതക്ക ചെയ്യുന്നവരാവണം നമ്മൾ. അള്ളാഹു നമുക്ക് ദീനിയായ കാര്യത്തിന് തൗഫീഖ് ചെയ്യട്ടെ. 5-മത്തത് സ്വതക്ക ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5-മത്തെ കാര്യം, നല്ല വഴിയിൽ സ്വതക്ക ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇനിയും കൂലി കിട്ടുന്ന മേഖലയിൽ സ്വതക്ക ചെയ്യണം. ഉദാഹരണത്തിന് ഒരാളുടെ വിവാഹത്തിന് വേണ്ടി നമ്മൾ സഹായിച്ചു. എന്നാൽ ആ ദമ്പതിമാർ ഒരുമിച്ച് കൂടി ഒരു പെൺകുട്ടി, പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി നമ്മൾ സഹായിച്ചു എന്ന് വിചാരിച്ചു. ആ മോക്ക് മഹർ വാങ്ങിക്കൊടുത്തു, ആ മോക്ക് സ്വർണം വാങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ ആ മോനിക്ക് മഹർ വാങ്ങിക്കൊടുത്തു. എന്നാൽ അവരിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ, ആ കുട്ടികൾ ചെയ്യുന്ന ഇബാദത്തിൻ്റെ ഒക്കെ കൂലി നമുക്ക് കിട്ടും. ഒരു മനുഷ്യൻ ചെയ്യുന്ന സ്വതക്കയിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് തൻ്റെ സഹോദരൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി സഹായിക്കുന്നതിനാണെന്ന് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ അൻവാർ ഫി സുഹ്ബത്തിൽ അഖ്യാർ എന്ന കിതാബിൽ കാണാം. ഒരു ഷർട്ട് വാങ്ങിക്കൊടുത്തിട്ടെങ്കിലും കൂട്ടുകാരുടെ കല്യാണത്തിന് നമ്മൾ സഹായിക്കണം. കാരണം ലോകത്ത് ഏത് സൂഫിയും ഏത് ആലിമും പിറവിയെടുക്കണമെങ്കിൽ കല്യാണം കഴിക്കണ്ടേ? അതാണ് ആ കൂലിയുടെ കാരണം. അപ്പോൾ ദേവർഷോല ഉസ്താദിൻ്റെ ഒക്കെ കൂലി ആലോചിച്ച് നോക്കിയേ. സുബ്ഹാന റബ്ബി, അവിടത്തേക്ക് അള്ളാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സ്വതക്കയുടെ കൂലി നോക്കുമ്പം അതുകൂടി പറഞ്ഞ ആ സംസാരം നിർത്തുന്നു. 5 തരത്തിലാണ് സ്വതക്കൻ്റെ കൂലി ഉണ്ടാവുക. ഒന്നിന് 10 കൂലി കിട്ടുന്ന സ്വതക്ക. ആരോഗ്യമുള്ള ആൾക്ക് സ്വതക്ക കൊടുത്താൽ 1-ന് 10 കൂലിയാണ്. നമ്മളിങ്ങനെ ഒരാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ സുഹൃത്തിന് ഒരു ലൈം സോഡ വാങ്ങിക്കൊടുത്തു, 10 ലൈം സോഡ വാങ്ങിക്കൊടുത്ത കൂലിയാണ്. പിന്നെ ഫോൺ വിളിച്ചാൽ ചോദിക്കരുത് അന്നത്തെ 10 ലൈം സോഡ എങ്ങനെ ഉണ്ട്, അത് ചോദിക്കണ്ട കേട്ടാ, കൂലിയാ പറയണത്. ആരോഗ്യമുള്ള ആൾക്ക് സ്വതക്ക കൊടുത്താൽ 10 കൂലി. ഇനി രോഗമുള്ള ആൾക്ക് സ്വതക്ക കൊടുത്താലോ 90 കൂലി. ഖത്തീബ് ഉസ്താദ് പറഞ്ഞു, കാഴ്ച കുറവുള്ള ഒരു മനുഷ്യൻ പുറത്ത് സഹായത്തിനുണ്ട്, നിങ്ങൾ പറ്റുന്നവരൊക്കെ കഴിയുന്ന പോലെ സ്വതക്കണം. 1 രൂപ കൊടുത്താൽ തന്നെ 90. കൂട്ടിക്കോ, നല്ലോണം കൂട്ടിക്കോ. ഒരു 10 ആണെങ്കിൽ ആലോചിച്ച് നോക്കി, ഒരു 500 പേർക്ക് കൊടുത്താൽ ഇൻറ്റു 90, വെറുതെ ആലോചിച്ച് നോക്കി. അസുഖമുള്ള ആൾക്ക് കൊടുത്താൽ 90 കൂലിയാണ്. അതാണ് 2-മത്തത്. 3-മത്തത്, കുടുംബക്കാരിലെ പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്താൽ 900 കൂലിയാണ്. നമ്മൾ ഫസ്റ്റ് പരിഗണിക്കേണ്ടത് ആ ഒരു ഏരിയയും കൂടിയാണ്, കുടുംബത്തിന്. ചില ആൾക്കാർ കുടുംബത്തിനൊന്നും കൊടുക്കൂല. ഉദാഹരണത്തിന് ഒരു 1000 രൂപ തരാൻ പറ്റുന്ന 5 ആൾ കൈവക്ക്, അത്ര ഒരാൾ കൈവക്ക്. എന്താ പേര്? സക്കരിയ ഹാജി. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ, പേരില്ലല്ലോ. ഉണ്ടാ? ഇല്ലാത്തതുകൊണ്ട് തന്നെ പറഞ്ഞത്, വെറുതെ ചൊറാക്കണ്ട. അപ്പോൾ അയാൾ ഇങ്ങനെ പേര് തരുമ്പോൾ കറക്റ്റിൻ്റെ അപ്പുറത്തുനിന്ന് പെണ്ണുങ്ങൾ കണ്ട്, മൂപ്പര് നമ്മളെ മാപ്പിളയല്ലേ, മൂപ്പര് 10,000 രൂപ ഉസ്താദിന് കൈവല് സ്വതക്ക കൊടുക്കുന്നുണ്ടല്ലോ, മിന്നാന്നല്ല അണ്ടിപ്പരിപ്പ് വാങ്ങാൻ പറഞ്ഞ പൈസ ഇല്ലാന്ന് പറഞ്ഞേ. അങ്ങനെ ആവരുത്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. സാന്ത്വന പ്രവർത്തനം ഫസ്റ്റ് തുടങ്ങേണ്ടത് വീട്ടിൽ നിന്ന്. ചില ആൾക്കാർ ഭാര്യക്ക് ഒന്നും വാങ്ങിക്കൊടുക്കൂല, ഭാര്യനോട് മര്യാദയ്ക്ക് വർത്താനം പറയൂല. കസ്റ്റമർ കെയർ പെണ്ണാ ഫോൺ എടുത്തിനെങ്കിൽ അറിയുന്ന ഓഫറിന് ചോദിച്ചുകൊണ്ട് വെക്കും. ഭാര്യ ഫോൺ വിളിച്ചാൽ പറയും വാട്സപ്പിൽ അയച്ചാൽ മതി. അത് ഭയങ്കര പ്രശ്നമാണ്, അത് പറ്റൂല. 900 കൂലിയ കുടുംബത്തിന് സ്വതക്ക കൊടുത്താൽ. ഒരു മനുഷ്യൻ ആഖിറത്തിലെത്തുമ്പോൾ നന്മന്റെ തട്ടിൽ ആദ്യം വെക്കുന്നത് അന്നഫഖത്തു അലൽ ഇയാൽ, കുടുംബത്തിന് വാങ്ങിക്കൊടുത്തതാ. വത്തക്ക, ഫ്രൂട്ട്സ്. ഇടയ്ക്ക് അങ്ങനെല്ലാം ഭർത്താക്കന്മാർ വാങ്ങിക്കൊടുക്കണം. ഇടയ്ക്ക് ടൗണിൽ നിന്നെല്ലാം പോകുമ്പോൾ ഭാര്യനോട് പറയാ,
ഇന്നൊരു സാധനം എനിക്ക് വാങ്ങിയിട്ടാണ് വരുന്നത്, അങ്ങനെ കൊടുക്കണം. നാലാമത്തെ സ്വതക്കൻ്റെ കൂലി 1,00,000 കൂലി കിട്ടും. അതായിരിക്കാം ഉപ്പാക്കും ഉമ്മാക്കും സ്വതക്ക കൊടുത്താൽ. സുബ്ഹാനല്ലാഹ്, ഉപ്പാക്കും ഉമ്മാക്കും സമ്പത്ത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ കൊടുക്കണം. 1,00,000 കൂലിയാണത്. അത് ഉപ്പിയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടൂലല്ലോ. അത് അവരുടെ പേരിൽ കൊടുക്കലല്ലേ നടക്കുള്ളൂ, നേരിട്ട് അവർക്ക് കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അഞ്ചാമത്തത് സ്വതക്കന്റെ കൂലി. അഞ്ചാമത്തത് നോക്കുമ്പോൾ 9,00,000 കൂലി കിട്ടും. ആർക്ക് കൊടുത്താലെന്നറിയാം? ഇൽമിന്റെ അഹ്ലുകാർക്ക് കൊടുത്താൽ. ഇൽമിന്റെ അഹ്ലുകാർക്ക് സ്വതക്ക കൊടുത്താൽ എന്തിനാ ഇത്രയും കൂലി എന്നൊരു ചർച്ചയുണ്ട് ഗ്രന്ഥത്തില്. അതിന് മറുപടി അവരേറ്റവും ടോപ്പിലെ അത് ചെലവാക്കുള്ളൂ. ഒരു മുത്തഅല്ലിം 5ാം വർഷം ദഅവാ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 500 രൂപ കൊടുത്ത ഓനാണെങ്കിൽ 2ാം ഭാഗം മഹല്ലി വാങ്ങാൻ പൈസയിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഷറഉൽ മിൻഹാജ് കൻസുർ റാഗബീന് ഇമാം മഹല്ലി റഹ്മത്തുള്ളാഹിയുടെ അപ്പോഴാ 500 രൂപ ആരോ കൊടുക്കണത്. അതും ആ പൈസ കിട്ടിയാൽ മൂപ്പര് ആ കിതാബ് വാങ്ങും. ആ കിതാബ് കൊണ്ട് മൂപ്പര് എത്ര പഠിക്കും. അങ്ങനെ മൂപ്പര് ഒരു മുദരിസായി 1000ങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കും. അതിൻ്റെ ഒക്കെ കൂലി നമുക്ക് കിട്ടും. അതാണ് ഇൽമിന്റെ അഹ്ലുകാർക്ക് 9,00,000. ഈ ആശയം ബഗിയത്തുൽ മുസ്തർഷിദീൻ എന്ന കിതാബിലുണ്ട്. അത് ഇമാം സുയൂത്തി ഖുമാസിയിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്. അൽ ഫവായിദുൽ മുഖ്താറിലൊക്കെ കാണാവുന്നതാണ്. അള്ളാഹു നമുക്ക് ധാരാളം ഖൈറാത്തുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. നാലാമത്തെ നിഅമത്ത് മക്കളാണ്. ആ മക്കളെ കൊണ്ട് സ്വർഗം കിട്ടാൻ ആ മക്കളെ നന്നായി ദീൻ പഠിപ്പിക്കണം, ദീനീ പ്രവർത്തകനാവണം. ഒരു മോൻ SSFകാരനായാൽ, ദീനീ പ്രവർത്തകനായാൽ ഉമ്മക്ക് സുഖമായിട്ട് ഖബറിൽ കിടക്കാൻ പറ്റും, ഉപ്പക്ക് സുഖമായിട്ട് ഖബറിൽ കിടക്കാൻ പറ്റും. കാരണം ആ മോൻ ചെയ്യുന്ന ദീനിയായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രതിഫലം കിട്ടും. ഞാനൊക്കെ എൻ്റെ ഉമ്മനോട് ചോദിക്കല്ലേ, 1 മണി 2 മണിയൊക്കെ ആവും സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ഒക്കെ SSFിൻ്റെ കഴിഞ്ഞ് വീട്ടിലെത്താൻ. ഉമ്മ എനിക്ക് ചാവി തന്നൂടെ? ഉമ്മൻ്റെ ഉറക്കം എന്തിനായി നഷ്ടപ്പെടുത്തുന്നത്? ആ ചാവി കൊണ്ട് ഞാൻ തുറന്ന് കയറിയാൽ ഉറങ്ങാം. ഉമ്മ എന്നെ സുബഹിക്ക് അങ്ങോട്ട് വിളിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഉമ്മ പറയലെന്താ പറയുക, നീ SSFിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നിനക്ക് തുറന്നെന്ന വർക്കത്തുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് നിനക്ക് ഞാൻ ചാവി തരാത്തത്. ആ ഉമ്മമാരൊക്കെ ആലോചിച്ച് നോക്കിയേ. ഇപ്പം അടുത്ത് എൻ്റെ ഒരു സഹഭാരമായ ഒരു കൂട്ടുകാരൻ, ഒരു ബിരുദധാരിയായ ഉസ്താദ് പറഞ്ഞ ഓർമ്മയുണ്ട്. മൂപ്പര് 2 മണിക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഇങ്ങനെ കസേര ഇട്ടിട്ട് കാത്തുക്കത്രേ. ഉമ്മാനോട് ചുമ്മാ ഉറങ്ങിയിരുന്നു. പിന്നെ ഇങ്ങനെ ഉണർവിൽ കാണുന്നത് അത് കുറച്ച് നേരത്തെ ഒരു വണ്ടി ഇതിൻ്റെ മുമ്പിലേ പോകുമ്പോൾ നീയാണ് ബൈക്ക് എടുത്ത് വരുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉറക്കം നെട്ടി 1 സംതിങ്ങിന്. അപ്പോൾ നോക്കുമ്പോൾ നീയല്ല, അപ്പുറത്തെ വീട്ടിൽ ആരോ ആണ്. അങ്ങനെ ആ വഴിക്ക് അവർ പോയി. പിന്നെ ഞാൻ ചിന്തിച്ച്, ഞാൻ ഇനി ഉറങ്ങിയാൽ എൻ്റെ മോനെ ദീനിയായ കാര്യം ചർച്ച ചെയ്തിട്ട് വരുമ്പോൾ പുറത്ത് കുറച്ച് സമയം നിൽക്കേണ്ടി വരുമോ, ഞാൻ ഉറങ്ങിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് കുറച്ച് നേരം ഉറക്കം പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ മക്കളെ വളർത്തിയവരാണ് ഇന്നിൻ്റെ SSFകാരായ കൂട്ടുകാരുടെ ഉമ്മമാർ. അങ്ങനെ നമ്മളെ ഉമ്മമാരങ്ങനെ ആവണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു മോന് നല്ലൊരു ആലിമായി ദീനി പ്രവർത്തകനാണുള്ളൊരു മെച്ചം. ഞാൻ സിമ്പിളായൊരു ഉദാഹരണം പറയാം. നമ്മളിങ്ങനെ കോഴിക്കോട് നിന്ന് ഷൊർണൂരേക്ക് ഒരു ട്രെയിനിൽ പോകുമ്പോൾ സീറ്റ് കിട്ടിയിട്ടില്ല. ടിക്കറ്റ് ഓൺലൈനിൽ നിന്ന് എടുത്ത് കൺഫേം ആയിട്ടുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് ഇട്ട്. വെയിറ്റിംഗ് ലിസ്റ്റ് ആയാൽ ഓൺലൈനാണെങ്കിൽ കാനത്ത് അദമി ഇല്ലാത്ത പോലെയാണ്, ഒരു രക്ഷയില്ല. ജനറൽ ടിക്കറ്റ് എടുക്കുക, UR കയറുക, അൺറിസർവ്ഡ്. ശ്വാസം പോലും കിട്ടുന്നില്ല, അമ്മാതിരി ടൈറ്റും തിരക്കും. അപ്പോഴാണ് പരിചയക്കാരനെ ഒരു TTR നിങ്ങളിങ്ങനെ നിൽക്കേണ്ട ആളെ ഇങ്ങോട്ട് വാ എന്നിട്ട് മാറ്റി D1 D1 എന്ന് പറയുമ്പോൾ സ്വർഗമൊന്നല്ല, അടി ഇരിക്കാൻ കഴിയും, അത്രയേ ഉള്ളൂ. എന്നാലും അടിയുണ്ട്, കുറച്ച് ടൈറ്റ് മാണോ, ഒരു രസമില്ല. കുറച്ചപ്പുറത്തുനിന്ന് വേറെ ആൾ കണ്ടിട്ട് S1 സ്ലീപ്പറിൽ ചൂടുണ്ട്. അപ്പോഴാണ് B1 മാറ്റുന്നത്, അടിപൊളി AC. പിന്നെ കുറച്ച് HA1 എന്നൊരു സാധനം ഉണ്ട്, നല്ല ബെഡ്റൂം പോലത്തെ AC അല്ലേ. അതേപോലെ നമുക്കൊരു മോന് സഖാഫി ആയിട്ട് ഇടുണ്ടെങ്കിൽ ഖബറിൽ പോകുമ്പോൾ കുറച്ച് ടൈറ്റൽ ഉണ്ടാവുമായിരിക്കും. പിന്നെ D1 S1 V1 HA1 നം കനൗമത്തിൽ അറൂസ് സഖാഫി കുറേ ആളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ബർക്കത്ത് ഉമ്മാക്ക് ഉറങ്ങണ്ടേ. നമുക്കങ്ങനെ നല്ല മക്കളുണ്ടാകണം. അതിന് മക്കളെ നന്നായി ദീൻ പഠിപ്പിക്കണം. ഇത് 3ാം ക്ലാസ്സിൽ ഒരു കുട്ടീനെ തജ്വീദ് പഠിക്കാത്തതിന്, ഹോംവർക്ക് എഴുതാത്തതിന് കുറച്ച് ചൂടായിട്ട് ഉസ്താദ് പറയുമ്പോൾ മൂത്താപ്പ ഇളയപ്പ മറ്റേപ്പ എല്ലാം കൂടിയിട്ട് വന്നിട്ട് ഉസ്താദിനെ ചോദ്യം ചെയ്യും. എന്തൊരു പൊട്ടത്തരാ ഇത്.
ഈ കുട്ടീനെ എന്തിനാ ഇഖ്ലാബ് ഇദ്ഗാം ഇഖ്ഫാല പഠിപ്പിക്കുന്നത്? ഈ ഉപ്പ മൂത്താപ്പ ഇളയപ്പലം മരിച്ച് ഖബറിൻ്റെ താഴെ പോയാൽ ഈ മോൻ മേലേന്ന് ഫാത്തിഹ തജ്വീദ് അനുസരിച്ചിട്ട് ഓതിയിട്ട് ഖബറിലേക്ക് സുഖം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കുന്നത് ഈ കുട്ടീനെ പഠിപ്പിക്കുന്നത്. ഇത് വേണ്ടെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. 7ാം ക്ലാസ്സിലേക്ക് ജയിച്ച ഫാത്തിമാനെ മദ്രസയിൽ നിന്ന് ഒഴിവാക്കി. കാരണം ചോദിച്ചാൽ പറഞ്ഞ് വലുതായില്ലേ, പിന്നെ SLC അല്ലേ. വലുതായിതാ? എന്ത് വലുതായി? ഡിഗ്രിക്കുണ്ട്, PGക്ക് ഉണ്ട്, ഡിപ്ലോമക്കും സെറ്റും നെറ്റെല്ലാം എഴുതുന്നുണ്ട്. വലുതില്ലേ? അന്ന് ഉടനെ പേര് മാറ്റുക. എന്ത്? സ്കൂൾ പോകുമ്പോൾ ഉള്ള യൂണിഫോം സ്കൂളിൽ ഇടുമ്പോൾ ചെറുത്, മദ്രസയിലെ പർദ്ദ ഇടുമ്പോൾ വലുത്. ഉടനെ പേര് മാറ്റുക. അർജൻറ്റ് മാജിക് ഫാത്തിമ. ആരോടാ ഈ ഉടായിപ്പല്ല? ആർക്ക് വേണ്ടിയിട്ട് നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത്?